മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പറഞ്ഞതുപോലെ തന്നെ പല മിസൈലുകളും പ്രതിരോധിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സമ്മതിക്കുന്നുമുണ്ട്. അപ്പോൾ പ്രതിരോധത്തിൽ പാളിച്ചകൾ സംഭവിക്കുന്നു ഇസ്രായേലിന് എന്ന് നിസ്സംശയം പറയാം. ഇത് സ്വാഭാവികമാണ്. കാരണം ഇത്രയധികം ദിവസത്തോളം ഇവരുടെ ഡിഫൻസ് മിസൈലുകൾ, ഡിഫൻസിന്റെ ഭാഗമായി തൊടുത്തുവിടുന്ന മിസൈലുകളുടെ എണ്ണം അതിന് പരിമിതികളുണ്ട്. കാരണം ഒരേ സമയം ഇന്നിപ്പോൾ 36 മിസൈലാണ് എത്തിയത്. സ്വാഭാവികമായിട്ടും ആ 36 മിസൈലുകളിൽ 6 എണ്ണമാണ് നിലത്ത് പതിച്ചത്. അതിലാണ് ഇത്രയധികം പ്രത്യാഘാതം ഉണ്ടാകുന്നത്. ഇപ്പോൾ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൈഫയിൽ നിന്നുള്ള പരിക്കേറ്റവരുടെ എണ്ണം 23 ആയിട്ടുണ്ട്. അവിടെ തന്നെ ഇസ്രായേലിൽ തന്നെ മറ്റൊരു സ്ത്രീ ഈ ഷെൽട്ടറിലേക്ക് ഓടുന്നതിനിടെ അവർക്ക് ഹൃദയാഘാതം വന്ന് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു തരത്തിൽ ആളുകൾ ഭീതിതമായ അന്തരീക്ഷത്തിലേക്ക് ഇസ്രായേലിനകത്ത്, അതായത് പ്രധാനപ്പെട്ട നഗരങ്ങൾക്കകത്ത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ദിവസം അവർ ഷെൽട്ടറുകളിൽ കഴിയേണ്ട സ്ഥിതിയുണ്ട്. മറ്റൊരു വശത്ത് ഇറാന്റെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ഇറാനിലും സമാനമായ രീതിയിൽ തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ വലിയ തോതിൽ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ, ഇറാനിലെ വളരെ പ്രധാനപ്പെട്ട മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിൽ, അവരുടെ ലോഞ്ച് പാഡുകളിൽ ഇപ്പോഴും കൃത്യമായി ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആണവ കേന്ദ്രങ്ങളോട് ചേർന്നുള്ള ഇടങ്ങളിലും ആക്രമണം ഇസ്രായേൽ ഇപ്പോഴും തുടരുകയാണ്. അല്പം മുമ്പ് വരെ ഈ ആക്രമണം നടന്നതായി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയവും ഒപ്പം തന്നെ സൈന്യവും അറിയിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും വലിയ തോതിലുള്ള നാശനഷ്ടം ഇറാനെ സംബന്ധിച്ചും സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരു വലിയ രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക്, അതായത് കൂടുതൽ സൈനികമായിട്ടുള്ള സഹായം ലഭിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇപ്പോൾ ഈ പ്രതിരോധമാണ്. ഇന്നിപ്പോൾ ഇറാനിലുടനീളം വലിയ തോതിൽ ജനക്കൂട്ടം പുറത്തേക്ക് ഇറങ്ങുകയും പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട സൂചനയാണ്. കാരണം ഒരേ സമയം 50-ലധികം ഫൈറ്റർ ജെറ്റുകളാണ് ഇറാന്റെ ആകാശത്തുള്ളത് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അവർ റീഫ്യൂലിംഗ് നടത്തിക്കൊണ്ട് ഇറാനിൽ റോന്ത് ചുറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ഡ്രോണുകളും നിരീക്ഷണത്തിനുണ്ട്. ഇതിനിടയിൽ ഇന്ന് 10,000-ങ്ങളാണ് ഇറാനിലെ ഭരണകൂടത്തിനും ഗസയിലെ ജനങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങളിലേക്ക്, തെരുവുകളിലേക്ക് ഇറങ്ങിയത്. കാരണം ട്രംപ് കഴിഞ്ഞ ദിവസം ഇറാനിലെ ജനതയോട്, അവരുടെ ടെഹ്റാനിലുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനുള്ള പ്രതിഷേധമായി, അതിനുള്ള അവരുടെ ധൈര്യം പ്രകടിപ്പിക്കുവാൻ വേണ്ടിയാണ് അവർ പുറത്തിറങ്ങിക്കൊണ്ട് ഈ പ്രതിഷേധ പ്രകടനങ്ങളിലും മറ്റും ഇന്ന് പ്രകടനങ്ങൾ ഇറാന്റെ ഭരണത്തിന് അനുകൂലമായിക്കൊണ്ട് ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ ആക്രമണവും ഇരു കൂട്ടരും വിട്ടുകൊടുക്കായി നടക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ കരുത്തുറ്റതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ഷെൽട്ടർ സംവിധാനങ്ങൾ പൊതുസ്ഥലങ്ങളിലേക്ക് സ്ഥാപിക്കേണ്ട ആവശ്യകത അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം ഇത് പതിക്കുന്ന സമയത്ത് അവരുടെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇത് പതിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ഇതിൽ തന്നെ ഇറാനെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചുമുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഭൂവിസ്തൃതി കൊണ്ട് ഏറ്റവും വലിയ രാജ്യം ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, അവരുടെ സൈനിക സംവിധാനങ്ങൾ ഇതെല്ലാം സിവിലിയൻ കേന്ദ്രങ്ങളിൽ, അതായത് സാധാരണ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് കൂടുതൽ കൊല്ലപ്പെടുന്നതും മരണപ്പെടുന്നതും. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയുള്ള ആക്രമണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, അവരുടെ മാപ്പ് പരിശോധിച്ചു കഴിഞ്ഞാൽ, അവരുടെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾ, ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ ഇത് നിലകൊള്ളുന്നത് സിവിലിയൻ കേന്ദ്രങ്ങളിലാണ്. സ്വാഭാവികമായിട്ടും ഇന്നലെ നടന്ന സൊറോക്കോ ആശുപത്രിയിലെ ആക്രമണത്തിൽ പോലും അത് പ്രകടമായിരുന്നു. ഈ സൊറോക്കോ ആശുപത്രിയോട് ചേർന്നാണ് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഓഫീസ് ഉണ്ടായിരുന്നത്. അവിടെ ആക്രമണം നടക്കുകയും അതിന്റെ പ്രതിഫലനം ഈ ആശുപത്രിയിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട വെല്ലുവിളി സിവിലിയൻസിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ഭീഷണിയില്ല. കാരണം സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ മാത്രമേ അവിടെ സിവിലിയന്മാർ കൊല്ലപ്പെടുകയുള്ളൂ. പക്ഷേ ഇസ്രായേലിന്റെ സ്ഥിതി അതല്ല എന്നുള്ളൊരു ചിത്രം ഇപ്പോഴുണ്ട്.